ഇ.ഡി. ഉദ്യോഗസ്ഥർ പ്രതിയായ കൈക്കൂലി കേസിൽ ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചു. തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതെന്നും പ്രതികളുമായി ഒരു ബന്ധവുമില്ലെന്നും ഇ.ഡി. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ. വിവരങ്ങൾ സലി മുഹമ്മദ് നൽകും. കൊച്ചിയിൽ നിന്ന് സലി, ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്ന വാദമാണോ ഇപ്പോൾ ശേഖർ കുമാർ മുൻകൂർ ജാമ്യ ഹർജിയിൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്? മനു, ഈ കേസിൽ 4 പ്രതികളുള്ളതിൽ ഒന്നാം പ്രതിയാണ് ഈ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ. 3 പ്രതികളെയും പിടികൂടിയിരുന്നു. അവർ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ ദിവസം അവർക്ക് ജാമ്യം കിട്ടി. പക്ഷെ ഇയാളെ പിടികൂടിയിട്ടില്ല. ഇയാളെ പിടികൂടുന്ന ഘട്ടത്തിലേക്ക് എത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇയാൾ ഒളിവിലാണ് എന്നുള്ളൊരു ഘട്ടമാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഇരിക്കെയാണ് ഇയാൾ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിച്ചത്. അതിൽ പറയുന്നത് തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണ്, തനിക്കെതിരായ ആരോപണങ്ങൾ കെട്ടിച്ചമച്ചതാണ്, തനിക്കെതിരായ ആരോപണം ഉന്നയിച്ചത് ഗൂഢോദ്ദേശത്തോടെയാണ്, തനിക്ക് ഈ പ്രതികളുമായി യാതൊരു ബന്ധവുമില്ല. ഈ ആരോപണം ഉന്നയിച്ച ഈ പരാതിക്കാരന്റെ ലക്ഷ്യം അയാൾ ഇ.ഡി. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി തനിക്കെതിരെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നുള്ളൂ വ്യാജ ആരോപണമാണ്. ഗൂഢ ഉദ്ദേശമാണ് ഈ ആരോപണം ഉന്നയിച്ചതിന് പിന്നിൽ. ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ താനുമായി ഒരു ബന്ധമില്ലാത്തതാണ്, ആ കേസുകളിൽ തെളിവിന്റെ ഒരംശവുമില്ല തുടങ്ങിയ വാദങ്ങളാണ് അയാൾ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കേസ് നടക്കുകയാണ്. അയാളെ ഒന്നാം പ്രതിയാക്കി കേസ് FIR ഇട്ടിട്ട് കുറെ ദിവസങ്ങളായിരുന്നു. പക്ഷേ ഇതുവരെയും അയാൾ വിജിലൻസിന് മുമ്പിൽ വരാനോ കേസുമായി ബന്ധപ്പെട്ട് സഹകരിക്കാനോ തയ്യാറായിരുന്നില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ 2, 3, 4 അതായത് 3 പ്രതികൾ നേരത്തെ തന്നെ പിടിയിലായി, റിമാൻഡിലായി. അവർക്ക് ഇന്നലെ മറ്റൊരു വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചു. ആ സന്ദർഭത്തിലാണ് ഇയാൾ ഇപ്പോൾ ഹൈക്കോടതിയെ മുൻകൂർ ജാമ്യം തേടി സമീപിച്ചിരിക്കുന്നത്. ഇയാൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോകാൻ തന്നെയായിരുന്നു നീക്കം. പക്ഷേ മറ്റ് കൂട്ടുപ്രതികൾക്ക് വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ച ഒരു പഴുത് ഉണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. അതുകൂടി കണക്ക് കൂട്ടിയിട്ടാവണം ഹൈക്കോടതിയെ ഇപ്പോ മുൻകൂർ ജാമ്യ ഹർജിയുമായി സമീപിച്ചിരിക്കുന്നത്. ഒരു പക്ഷേ ഇന്ന് അത് കോടതി ഓപ്പൺ കോർട്ടിൽ വന്നേക്കാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച വരും. ഈ ജാമ്യം അനുവദിച്ചത് ഒരു തിരിച്ചടിയായി വിജിലൻസ് കാണുന്നുണ്ടോ ഈ ഘട്ടത്തിൽ? അവരതിനെ എങ്ങനെയാണ് ആ ഒരു സാഹചര്യത്തെ വിലയിരുത്തുന്നത് സാലി? അതായത് വിജിലൻസ് SP രാവിലെ അക്കാര്യത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് പ്രതികൾക്ക് ജാമ്യം കിട്ടിയ തിരിച്ചടിയെ കാണുന്നില്ല, അതൊരു നടപടിക്രമം മാത്രമാണ്. വിജിലൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അഴിമതിക്കെതിരായ ഒരു പോരാട്ടമാണ്. അക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിച്ച് തന്നെ മുന്നോട്ട് പോകും. മാത്രമല്ല, EDക്ക് ഒരു നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിന്മേൽ ഒരു മറുപടിയും ഇതുവരെ കിട്ടിയിട്ടില്ല. കൂടുതൽ തെളിവുകൾ സമാഹരിച്ചു വരികയാണ്. ഏതായാലും ഇക്കാര്യത്തിൽ EDക്കെതിരെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസ് എടുത്തിരിക്കുന്ന കേസ് ഏതെങ്കിലും മുൻധാരണയുടെ പേരിലല്ല, ലഭിച്ച തെളിവുകളുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആ കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് വിജിലൻസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി, സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.